ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രണ്ടാളും മടി പിടിച്ചിരിക്കുക രാവിലെ. അച്ഛനോ മടി പിടിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ലാതെ അല്ലേ? അപ്പൊ ഞാൻ ചെയ്യാനില്ലാതല്ല, വയ്യാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാനൊന്നും സിനിമ ഉണ്ടേനെ. വെറുതെ ഇരിക്കില്ല. സിനിമ കാണാനാണ് നിങ്ങളുടെ പ്രത്യേക ടി വി അച്ഛൻ്റെ വീട്ടില് സാധാ ടി വി ആട്ടോ, നമ്മുടെ പഴയത്. അപ്പം അത് വെക്കാനൊന്നും എളുപ്പമാണ്. അച്ഛന് ഇഷ്ടമുള്ളപ്പോൾ പോയി ടി വി വെക്കാൻ ചാനലും മറ്റൊക്കെ ചെയ്യാൻ സുഖമാണ്. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ടി വി ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അച്ഛൻ ഫുൾ ടൈം കാണൽ നിർത്തി. അപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിലെ സിനിമ കാണായിരിക്കും. അപ്പോൾ ഞാൻ പറയൂ, ഞാൻ വെച്ചുതരാൻ രാവിലെ. മറ്റേ 3 മണിക്ക് 3 ചാനലിലുണ്ട്. ഏഷ്യാനെറ്റ്, സൂര്യ, പിന്നെ കൈരളി. ഇപ്പൊ അച്ഛൻ ഏഷ്യാനെറ്റ് പ്ലസിലെ സിനിമയല്ലേ ഇപ്പൊ കാണല്? അതെ, എനിക്ക് വയ്ക്കാനറിയോ. ഞാനത് കുട്ടിയോട് പറയും. അത് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അതിന് ഇരുന്ന് കാണും. അച്ഛൻ അവിടെ ആകുമ്പോൾ റിമോട്ടിൽ മാറി മാറി പരസ്യം വരുമ്പോൾ അപ്പുറം അപ്പുറം ഓരോ സിനിമയും പകുതി ഇങ്ങനെ കണ്ടുപോകും. ഇപ്പൊ അതുകൊണ്ട് അച്ഛൻ ഒരു സിനിമ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് വരെ കാണുന്നില്ലേ? മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ കാണുകയുള്ളൂ. ഇപ്പൊ എന്തായാലും അച്ഛൻ ഇരുന്ന് കാണും. അച്ഛനെ ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണെന്ന്. പക്ഷെ അച്ഛൻ അപ്പോഴേക്കും അത് അവിടെ ഇവിടെയൊക്കെ അറിയാതെ കൈ തട്ടിയിട്ട് അതിന്റെ ഓപ്ഷനൊക്കെ മാറിപ്പോവും. അതൊരു പണിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടനെയും കുട്ടീനെയൊക്കെ പറഞ്ഞയച്ചു. അപ്പൊ രാവിലത്തെ അത്യാവശ്യ ജോലികൾ കഴിഞ്ഞു. ഇന്ന് മീനുണ്ടെന്ന്. ഇന്നലെ ചിക്കനായിരുന്നു. ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അയല, മത്തി. അച്ഛൻ്റെ ഫേവറേറ്റ് 2 ഐറ്റംസ് ആണ് അയലയും മത്തിയും. മുള്ളനും ഉണക്കല് വാങ്ങലില്ല. ഉണക്കല് മറ്റേ കഴുക് എനിക്കിഷ്ടമാണ് സംഭവം. പക്ഷേ ചില സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങുള്ളൂ. ചില വീഡിയോ വെറുപ്പിക്കണ വീഡിയോ ഉണക്കമീനിൻ്റെ കാണുമ്പോൾ ഏട്ടൻ വേഗം എനിക്ക് സെൻഡ് ചെയ്ത് തരും. കാരണം എനിക്കും വിഞ്ചുവിനും ഉണക്കമീൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളാണ് ഇടയ്ക്ക് ഇത് വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാർ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇഷ്ടമല്ല. ഏട്ടനിത് കാണുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഏട്ടൻ ആ വീഡിയോ എവിടെ അച്ഛൻ ഈ 2-3 മീൻ മാത്രമേ കഴിക്കൂ. വേറെ ഒന്നും. നമ്മളിവിടെ എല്ലാം വരുന്നതെല്ലാം വാങ്ങി കഴിക്കും. അപ്പം അച്ഛനുള്ളതുകൊണ്ട് ഈ മീൻ മാത്രമാണ് വാങ്ങിക്കുന്നത്. അമ്മ അവിടെയുണ്ട്. അമ്മ രാവിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ചേച്ചിമാരെയൊക്കെ വിളിക്കും. ഞങ്ങൾ 4 മക്കളാണേ. അപ്പോൾ എല്ലാവരും വരിക്ക് ഇരുന്ന് അങ്ങനെ വിളിക്കും. അവിടെ ആകുമ്പോൾ എനിക്ക് വരും, ഇവിടെ ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലും കോളുകൾ. അപ്പോൾ നാളൊരു കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫോട്ടോ ഇട്ടില്ലേ? കുഞ്ഞിപ്പെണ്ണിന് പനിയാണ്. അപ്പോൾ അതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ആയി ഇങ്ങനെ ചൂട്. നമ്മുടെ മുമ്മറത്ത് ഉണ്ടായിരുന്ന മാവില്ലേ, ആ മാവ് വെട്ടി. അത് കാരണം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര വെയിൽ. മുറ്റൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാവിനെ വെട്ടി. അതുമല്ല, ആ മാവ് കാരണം മതിൽ വളയിലും കേടുവരനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ വെട്ടി. അപ്പോൾ അത് കാരണം ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് വൈകുന്നേരം വന്നിരുന്നാൽ മതി. പക്ഷേ വൈകുന്നേരം അച്ഛന് സിനിമ കാണണം. ആ 5 മണിക്കൊക്കെ ഇരുന്നാൽ മതി. ഇത് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ അച്ഛൻ ആ സമയത്ത് സിനിമയുടെ ക്ലൈമാക്സ് ആയിരിക്കും. അതാണ് 3 മണി മുതൽ 6:30 വരെ. 6:30ക്ക് ദേവി മഹാത്മ്യം കണ്ട് സമാപ്തി. പിന്നെ അമ്മ ഏറ്റെടുക്കും. പിന്നെ അമ്മ കുറച്ച് നേരം ഇതൊക്കെ സീരിയലൊക്കെ കണ്ട് ബിഗ് ബോസ് ഒക്കെ കാണുന്നവരെ കഴിഞ്ഞ് കിടന്നുറങ്ങും. ഞാനാണ് ടി വി കാണാൻ വളരെ കുഞ്ഞിന് ഉപ്പും മുളകും കാണും. അത് പിന്നെ മൊബൈലിൽ കാണുക ചെയ്യുക. അവൾ വന്ന് കഴിക്കാനിരിക്കണ നേരത്തൊക്കെ ഇരുന്ന് ഉപ്പും മുളകും കാണും. അവൾ ഉപ്പും മുളകിൻ്റെ അഡിക്റ്റാണ്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അച്ഛന് ബിഗ് ബോസ് ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടമായിരുന്നു. ഈ നുണയും കെണിയല്ലാതെ വേറെ മറ്റേ മിമിക്രി, പാട്ട്, സംഗീതം, പദ്യം, പാരായണം, അങ്ങനെ ഇങ്ങനെ അതൊക്കെയാണെങ്കിൽ കേട്ടും കണ്ടും ഇരിക്കാൻ ഇഷ്ടമാണ്. ഒക്കെ വയസ്സായ എൻ്റെ പ്രശ്നമാണ് അച്ഛാ. ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അല്ലേ? ബിഗ് ബോസിൽ ആരെയാണ് എനിക്ക് ഇഷ്ടം? എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്, നെവിനെ ഇഷ്ടമാണ്, എല്ലാവരും ഓക്കെയാണ്. പക്ഷേ ഇച്ചിരി കൂടുതൽ ഇഷ്ടം എനിക്ക് അനീഷിനെയും നെവിനെയാണ്. പിന്നെ ഷാനവാസ്ക നമ്മുടെ അടുത്ത് തന്നെയാണ്. ഷാനവാസ്ക നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയിൽ ഇച്ചിരി മുമ്പൊരു നമ്മളിവിടെ അടുത്താ, മഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് മുട്ടിപ്പാലം എന്ന് പറയും, ആനക്കയം കഴിഞ്ഞിട്ട് അവിടെ അടുത്താണ് വീട്.
ഇപ്പൊ താമസമൊക്കെ അവർ എറണാകുളത്തായിരിക്കും. അവരുടെ ശരിക്ക് തറവാടും വീടൊക്കെ ഇവിടെയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം. സിനിമയിലൊന്നും ഇല്ലയോ? സീരിയലാണ് മൂപ്പര് അധികവും ചെയ്യുക. സിനിമയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇനി ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ അതാണ് വിശേഷം. പിന്നെ അച്ഛൻ്റെ അടുത്ത് 2-3 ആളുകള് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ടതാണ്, അച്ഛൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛനോട് 2-3 ആൾക്കാർ അന്വേഷണം പറയാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എത്ര വയസ്സായി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു 91. കഴിഞ്ഞ പിറന്നാൾ ഞങ്ങൾ ഗംഭീരമായിട്ട് കഴിച്ചിരുന്നു. നീ അല്ലേ 90-ാം വയസ്സിലെ പിറന്നാൾ. ഞങ്ങൾ 100-ആണ് കഴിക്കണത്. 100-ാം വയസ്സിലെ പിറന്നാൾ. പിന്നെ പോയി കിട്ടിയാ മതി. അച്ഛൻ്റെ വെറുതെ പറച്ചിലാണ്. അച്ഛൻ ഓരോ പിറന്നാളും ഓരോ ഓണവും ആഘോഷിക്കുമ്പോൾ പറയും, അടുത്ത കൊല്ലം ഓണത്തിന് ഞാൻ ഉണ്ടാവില്ല. എന്നിട്ട് എത്ര ഓണം നമ്മളുണ്ടു, എത്ര പിറന്നാളുണ്ടു അല്ലേ. മഴ പെയ്തു ഇന്നലെ എല്ലാവർക്കും. ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മഴ പെയ്യുന്നുണ്ട് 2-3 ദിവസമായിട്ട്. ഇന്നും വൈകുന്നേരമായ മഴ ഉണ്ടാവും. ഇപ്പൊ തുമ്പികളുടെ സമയാ തോന്നണ്ടേ. എത്ര തുമ്പിയാന്നറിയോ, നിറച്ച് തുമ്പികളുണ്ട്. നല്ല വെയിലാവുമ്പോ ഉണ്ടാവണ പ്രതിഭാസമാണ് തോന്നുന്നുണ്ട്. ശരിക്കും ഓണത്തിന്റെ സമയത്താണ് നമ്മളങ്ങനെ കാണാറേ. ഇതിപ്പോ നിറയെ ഉണ്ട്. കാണിച്ചു തരാം. അവരിതില് കിട്ടുമോന്നറിയില്ല. പാറി നടക്കും തുമ്പികളെ. കണ്ടോ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം തുമ്പിയാണ്. കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. ബൈ, കാണാം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ. See you.